സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വരുന്നൊരു ഫോറസ്റ്റിലൊരു എൻട്രി ഉണ്ട്. അതിപ്പം പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു ഗംഭീര സീനായിരുന്നു. കാരണം തിയേറ്റർ ഇളക്കി മറിച്ചൊരു സീനായിരുന്നു. അതിൽ മിന്നൽ വന്ന് ഒരു മരത്തിന് തീ പിടിക്കുന്നുണ്ട്. അതിൽ എൽ ഷേപ്പിൽ കറക്റ്റ് താഴെ വരുന്ന ഒരു സീൻ. അതെങ്ങനെയാണ് നമ്മളിപ്പം സ്ക്രിപ്റ്റിലുണ്ട്. നമുക്ക് ആ സീൻ നടക്കുന്നതിനിടയ്ക്ക് ഒരു എന്താ പറയാ ഇടിമിന്നലുണ്ടാവുകയും അതിന് മരത്തിന് തീ പിടിക്കുന്നു, ആ ഫയർ അതിന് താഴത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സീനിൻ്റെ എൻഡിൽ നമുക്കൊരു ബ്രാഞ്ച് പൊട്ടി താഴേക്ക് വീഴുന്നു. അപ്പോൾ ഫയർ എല്ലാവുന്നു എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫൈബറിൻ്റെ ഫയർ പ്രൂഫ് ഉണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ മരം ചെയ്തു. അതിൻ്റെ പിന്നെ നമ്മുടെ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ ആൾക്കാർ അതിനകത്ത് ഗ്യാസ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് ഫയറിങ്. അതാണ് ഒരേ സമയത്ത് ഓരോ മെഷർമെൻറ്റിൽ നമുക്ക് ഫയർ കിട്ടാനുള്ള കാരണം. അതെവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ആ ഫോറസ്റ്റ് എവിടെയായിരുന്നു? ഫോറസ്റ്റ് പാലക്കാട് ഏരിയയിലാണ്. അത് ഷൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു? നമ്മളതിനകത്ത് കുറച്ച് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഫോറസ്റ്റിന് നമുക്ക് ആ ഗ്രൗണ്ട് ഫൈറ്റ് നടക്കണം, അവിടേക്ക് എല്ലാ എക്യുപ്മെൻറ്റ്സ് എത്തണം, പല എക്യുപ്മെൻറ്റ്സും എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ റോഡ് ആക്സസ് വേണം, നൈറ്റാണ്, ലൈറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് മരങ്ങളുടെ കുറവുണ്ടായിരുന്നു. കുറച്ച് മരങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് മരം ഉണ്ടാക്കലും ഇതെല്ലാം കൂടെ എനിക്ക് ഒരു 1 month സമയം എടുത്തിട്ടുണ്ട്. ഈ ഒരു മരം, പിന്നെ അതിൻ്റെ ലീഫ് സെറ്റിങ്ങും, ലീഫ് നമ്മൾ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. പിന്നെയും നമ്മളല്ലാതുള്ള ഈ കുറച്ച് വള്ളിപ്പടർപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ വള്ളിപ്പടർപ്പ് വെട്ടിവെക്കുകയും നമ്മൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷൂട്ടിംഗ് എനിക്ക് തോന്നുന്നു ഒരു 15-16 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. ഈ പല സ്ഥലങ്ങളിൽ എൽ നമുക്ക് കാണാൻ പറ്റും. അത് ഡയറക്ടർ ബ്രില്യൻസ് ആണോ ഡയറക്ടർ എങ്കിൽ അത് എവിടെ വരണം? സ്ക്രിപ്റ്റ് റൈറ്റർ ബ്രില്യൻസ് ആണ്. ബ്രില്യൻസ് തന്നെയാണ്. അതേപോലെ വില്ലന്റെ ഒരു എൻട്രി സമയത്ത് ഒരു കുതിരയിൽ തീ പിടിക്കുന്ന ഒരു ഗ്രാഫിക്സ് ആണ്. നമ്മളൊരു കട്ടൗട്ട് ഗ്രീൻ അടിച്ചിട്ട് നമ്മൾ ആ മൂവ്മെന്റ് മാത്രം ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി അത് ബാക്കി കുതിരനെ ഒരിക്കലും നമുക്ക് തീ പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പാവ കുതിര നമ്മളത് ഗ്രാഫിക്സ് ചെയ്തതാണ്. അതുപോലെ ഒരു മെൻ ബ്ലാസ്റ്റിംഗ് സീനും കൂടി ഉണ്ട്. അതൊരു CG തന്നെയായിരുന്നോ? അല്ല, അത് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് ടീംസ് ഉണ്ട്. അവര് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കറക്റ്റ് നമ്മുടെ ആർട്ടിസ്റ്റിനെ തന്നെ നിർത്തിയിട്ട് മോൾഡ് എടുത്തിട്ട് അതൊന്ന് കാസ്റ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ മീറ്റും ഇതൊക്കെ ബ്ലഡും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്താണ് ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെന്തായാലും ഗ്രാഫിക്സ് ഇല്ല. ലാലേട്ടൻ്റെ പല സീനുകളായാലും രാജേട്ടൻ്റെ പല സീനുകളായാലും നമുക്ക് പല ബാക്ക്ഗ്രൗണ്ടിലുള്ള പല സീനുകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം നിന്ന് പോകും. ആ രീതിയിലാണ് ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം 2019 നമ്മുടെ ആദ്യം പാർട്ട് 1 വരുന്നത്. പാർട്ട് 2 2025. ഇപ്പം ഇതിനിടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിലും എമ്പുരാന് വേണ്ടി എത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? എമ്പുരാന് പ്രിപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷമുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ അതിന് ഈ 5-6 വർഷത്തിനിടയ്ക്ക് വേറെ എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ 2018 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുള്ളി വിളിച്ചു, ഡയറക്ടർ വിളിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഷൂട്ടിലാണ്, ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാണാമെന്ന് പറയുന്നു. അങ്ങനെ പുള്ളിനെ പോയി കാണുന്നു. അപ്പം പുള്ളി ഇതിൻ്റെ ഒരു പരിപാടി ഇങ്ങനെ പറയുന്നു, ഒരു ചെറിയ പരിപാടിയാണ്, ചെറിയ സിനിമയാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യല്ലേന്ന് നമുക്ക് ചെയ്യാം, നോക്കാം. അപ്പം അടുത്ത പരിപാടി നമ്മുടെ ഈ 2018 കഴിഞ്ഞാൽ എമ്പുരാനിലേക്ക് ഇറങ്ങാം എന്നുള്ള തീരുമാനം എടുക്കുന്നു. 2018 കഴിഞ്ഞു, നേരെ എമ്പുരാൻ്റെ ലൊക്കേഷൻ നോക്കൽ തുടങ്ങി.